ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മി ദ ഡ്രീമർ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയറുമായിട്ടാണ് കേട്ടോ വന്നേ. അപ്പോൾ ഞാൻ തലേ ദിവസം നിങ്ങൾ കുറച്ച് ഉലുവ വെള്ളത്തിലിടണം, കുറച്ച് ചെമ്പരത്തിയില, ഒരു 4-5 ചെമ്പരത്തിയില, പിന്നെ നമ്മുടെ കറ്റാർവാഴ. ഇപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള കറ്റാർവാഴ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ജെല്ലുണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇച്ചിരി ഏറെ ഉലുവ എടുത്തിട്ടുണ്ട്, കാരണം വീട്ടിലെല്ലാവർക്കും തേക്കണം. കുറച്ച് ഏറെയുണ്ട്. മുടി കിളിക്കും എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമ്മളുടെ ഉള്ള മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. എൻ്റെ മുടി നല്ല രീതിയിൽ ഇപ്പോൾ കൊഴിയുന്നുണ്ട്, കാരണം മോനുള്ളതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇതിനെനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ മുടി പോകുന്നുണ്ട്. മുടി ഉള്ളവർക്കത് പോകുന്ന വിഷമം അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മാസമായി കേട്ടോ ഇത് തേക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു തവണ തേക്കണം കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു തവണ തേക്കണം. ഇത് നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം, നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാവണം. കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം, നിങ്ങൾക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് അടിച്ചാലും മതി. ഞാനിതിപ്പോൾ വെള്ളമാണ് അടിച്ചത്. നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒരു തുള്ളി നിങ്ങൾ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഇത് 2 സൈഡും നിങ്ങൾ മുടി ഇങ്ങനെ ആക്കിയിട്ടിട്ട് വേണം നിങ്ങൾ ഇത് തേക്കാൻ. കാരണം ഉലുവയാണ്, ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ, കഴുകിക്കളയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് മുടിയുള്ളവരാണെങ്കിലും ചെറിയ മുടിയുള്ളവരാണെങ്കിലും താഴേന്ന് നിങ്ങൾ ചീവി പോവാം. ചീപ്പ് വന്നിട്ട് പല്ല് അകന്നതായിരിക്കണം. അപ്പോൾ മുടി ഒരുപാട് പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഈ താഴേന്ന് ചീവി ഞാനെല്ലാം റെഡിയാക്കി, എന്നിട്ട് ഞാൻ തേക്കാൻ തുടങ്ങുവാണേ. മുടി ഫുള്ള് തേക്കരുത്. ആദ്യം നിങ്ങളുടെ ഹെയറിൻ്റെ ഉള്ളിൽ എല്ലാം നല്ല രീതിയിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം മുടിയിൽ ഫുള്ള് തേക്കാൻ. ഞാൻ മുടിയിൽ ഫുള്ള് തേക്കും കേട്ടോ. മുടിയിൽ ഫുള്ള് തേക്കാത്തവരും ഉണ്ട്, പക്ഷേ എനിക്ക് ഇതിന് വേണ്ടി ഞാൻ മുടി ഫുള്ള് തേക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നിങ്ങൾ ഡെയിലി അത് തലയിൽ ഒഴിച്ച് കഴുകണം. സ്മെല്ല് വരാറുണ്ടോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. സ്മെല്ല് വരില്ല, എനിക്ക് സ്മെല്ല് വന്നിട്ടില്ല. നല്ല രീതിയിൽ കഴുകി കളഞ്ഞാൽ മതി. ഇത് ഇങ്ങനെയെല്ലാം ഓരോ മുടി വെച്ച് തേച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കണം. ഞാൻ ഫൈനൽ ലുക്ക് എടുത്തിട്ടില്ല, എനിക്ക് കുറച്ച് പുറത്ത് കൊണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇത് പിന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.